മലങ്കര ആരാധനാക്രമ വർഷത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തിലെ മലങ്കര ആരാധനാക്രമം അതിൻ്റെ നോയമ്പുകാലം ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. കൃത്യമായി പറഞ്ഞാൽ അന്ന് വൈകുന്നേരമാണ് നോയമ്പ് ആരംഭിച്ചത്. അതുകൊണ്ട് ഫെബ്രുവരി മാസം 15-ാം തീയതി ഞായറാഴ്ചയെ നമ്മൾ വിളിക്കുക പിതൃത്വ ദിനം എന്നാണ്. പിതൃത്വ എന്ന വാക്കിന്റെ അർത്ഥം തിരിഞ്ഞു നോക്കുക എന്നാണ് സുറിയാനിയിൽ. നമ്മുടെ ജീവിതത്തെ അവലോകനം ചെയ്ത് വേണ്ട തിരുത്തലുകൾ വരുത്തുവാനുള്ള സമയമാണത്. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തി വേണം നാം നോയമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. പിതൃത്വ ഞായറാഴ്ചയെ കുത്തിന ഞായർ എന്നാണ് നാം വിളിക്കുക. കാനായിലെ കല്യാണത്തില് നമ്മുടെ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയ ആ അത്ഭുതം നമ്മൾ ആ ദിവസം ഓർമ്മിക്കുകയാണ്. നമ്മുടെ നോയമ്പുകാലം എന്നാൽ വീഞ്ഞിന്റെ ലഹരി എന്നതുപോലെ നമ്മുടെ കർത്താവിന്റെ അരൂപിയാൽ നിറഞ്ഞ് നാം ജീവിക്കണം. അനുതാപത്തിന്റെയും ശാന്തരത്തിന്റെയും ദിനങ്ങളാവണം നോയമ്പുകാലം. കർത്താവിൽ ഉപവസിക്കുന്നവരാവണം നാം അന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായ മാറ്റം, സാധാരണ വെള്ളം മേൽത്തരം വീഞ്ഞായി മാറിയതുപോലെ നോയമ്പുകാലവും മാറണം. മാറ്റം എന്ന് പറയുന്നത് ജഡീകമായ ജീവിതത്തിൽ നിന്നും ഒരു ആത്മീക ജീവിതത്തിലേക്കുള്ള മാറ്റമാണ്. ദൈവവുമായും നമ്മുടെ സഹോദരങ്ങളുമായും നാം അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു. 7 യാമങ്ങളിലും കഴിയുമെങ്കിൽ നമ്മൾ യാമപ്രാർത്ഥനകൾ ചൊല്ലേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നാം ആഴപ്പെടുത്തിയിരിക്കണം. കർത്താവിൽ നാം ഉപവസിക്കുന്നവരാവണം. ഭക്ഷണവും ജീവിത സൗകര്യങ്ങളുമൊക്കെ നാം നിയന്ത്രിക്കണം. ഇന്ദ്രിയ സുഖങ്ങൾ വർജിക്കണം. എളിയവരായ സഹോദരങ്ങളോട് കരുണ കാണിക്കണം. അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ സഹോദര സ്നേഹത്തിൽ നാം വളരണം. പാപ സാഹചര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുവാൻ തയ്യാറാവണം. വലിയ നോയമ്പിന്റെ വലിയ മാതൃക നമുക്ക് നമ്മുടെ കർത്താവ് തന്നെയാണ്. നമ്മുടെ കർത്താവ് യൂദയൻ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചു. പിശാചിനെതിരായ പ്രലോഭനങ്ങളിൽ ശക്തി ആർജിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു നോയമ്പുകാലത്ത്. ഒപ്പം കാരുണ്യവാനായ ദൈവത്തോട് അവന്റെ കരുണയെ ലഭിക്കുന്നതിനായി നാം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പാപങ്ങളൊക്കെയും ക്ഷമിക്കുവാൻ കർത്താവ് കഴിവുള്ളവനാണ്. അവനോട് കരുണ യാചിക്കുക. ഉച്ചയുടെ നമസ്കാരത്തിന്റെ സമയത്ത് 40 പ്രാവശ്യം മലങ്കര ക്രമത്തിൽ നാം കുമ്പിടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥന കുരിയേലായിസോൻ അഥവാ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ്. കുരിയേലായിസോൻ അഥവാ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ്. നോയമ്പിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച ശുഭക്കോനോ തിങ്കളാഴ്ചയാണ്. സഹോദരങ്ങളുമായി സമാധാനത്തിലാകുവാൻ അന്ന് അനുരഞ്ജനത്തിന്റെ പ്രത്യേക ശുശ്രൂഷ ദേവാലയങ്ങളിൽ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നീട് നോയമ്പിന്റെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി ഓർമ്മിക്കുകയാണ്. അത് രോഗശാന്തിയുടെ അത്ഭുതങ്ങളാണ്. നമ്മുടെ കർത്താവ് സ്വർഗീയ വൈദ്യനാണ്. നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത സ്വർഗീയ വൈദ്യൻ. നോയമ്പുകാലത്ത് നമ്മുടെ ആത്മീക രോഗങ്ങൾ സുഖമാകുവാനായി നമുക്ക് നമ്മുടെ ആത്മീയ ഭിഷഗ്വരന്റെ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ സ്പർശനം ആവശ്യമാണ്. അതുകൊണ്ട് ഫെബ്രുവരി 22-ാം തീയതി നമ്മുടെ കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ സംഭവം ഓർമ്മിക്കുന്നു. മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച തളർവാദ രോഗിയെ കർത്താവ് സൗഖ്യമാക്കിയ അത്ഭുത സംഭവം ഓർമ്മിക്കുന്നു. മാർച്ച് 8-ാം തീയതി കാനാൻകാരിയുടെ മകളെ
സൗഖ്യമാക്കിയ സംഭവം നാം ഓർമ്മിക്കുകയും ധ്യാനിക്കുകയുമാണ്. മാർച്ച് 22-ാം തീയതി നമ്മുടെ കർത്താവ് കുരുടനെ സൗഖ്യമാക്കിയ സംഭവം ഓർമ്മിക്കുന്നു. അതുപോലെ മാർച്ച് 29-ാം തീയതി ഓശാന ഞായറാഴ്ചയാണ്. മാർച്ച് 11-ാം തീയതി ബുധനാഴ്ച പാതിനോയമ്പ് നമ്മൾ ആചരിക്കുകയാണ്. അന്ന് ദേവാലയങ്ങളുടെ നടുവിൽ ഗാഗുൽത്ത സ്ഥാപിക്കുന്ന ദിവസമാണ്. ഗാഗുൽത്ത എന്നാൽ ഒരു പട്ടുതുണി കൊണ്ട് മൂടിയ സ്റ്റാൻഡാണ്. അതിനു മുകളിലായി ഒരു മരക്കുരിശ് ഉണ്ടായിരിക്കും. മോശെ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചപ്പോൾ ജനങ്ങളിൽ ചിലർക്കെല്ലാം സർപ്പദംശനം ഉണ്ടായി. ദൈവം മോശയോട് അരുളി ചെയ്തു, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിന് നടുവിൽ സ്ഥാപിക്കുക എന്ന്. അതിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിലെ പിത്തള സർപ്പം നമ്മുടെ കർത്താവ് ക്രൂശാരോഹണം ചെയ്ത കുരിശാണ്. ആ കുരിശിലേക്ക് നോക്കുന്നവർ, പാപത്തിൻ്റെ ദംശനത്തിലായിരിക്കുന്നവർ, കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ആ കുരിശിലേക്ക് നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ക്രൂശിതനിൽ നിന്നും രക്ഷ ലഭിക്കുന്നു. ഈ സത്യം നോയമ്പിൻ്റെ മധ്യത്തിൽ തന്നെ ഓർമ്മിക്കുവാനും അത് പിന്നീട് വരുന്ന നോയമ്പ് ദിവസങ്ങളിലെല്ലാം ധ്യാനിക്കുവാനും ഈ ഗാഗുൽത്തായുടെ ദർശനം നമ്മളെ സഹായിക്കുന്നു. മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ചയാണ്. ഇവിടെ 40 ദിവസത്തെ നോയമ്പാചരണം അവസാനിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ പീഡാനുഭവ ദിവസങ്ങളാണ്. അഥവാ ഹാശ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മാർച്ച് 28-ാം തീയതി ശനിയാഴ്ച നമ്മുടെ കർത്താവ് തൻ്റെ സ്നേഹിതനായ ലാസറിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആ സംഭവം ഓർമ്മിക്കുകയാണ്. ഈ സംഭവമാണല്ലോ നമ്മുടെ കർത്താവിനെ കുരിശിക്കുവാനായിട്ട് ശത്രുക്കൾ കണ്ടുപിടിച്ചതായിട്ടുള്ള വലിയൊരു അപരാധം. അങ്ങനെ 29-ാം തീയതി ഓശാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഓശാന ഞായർ നമ്മുടെ കർത്താവ് മിശിഹ രാജാവ് എന്ന നിലയിൽ മിശിഹായുടെ പട്ടണമായ യെരൂശലേം നഗരയിലേക്ക് മഹത്വപൂർണനായി പ്രവേശിക്കുന്ന സംഭവമാണ്. തൻ്റെ ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ട് ഏപ്രിൽ 2-ാം തീയതി പെസഹ വ്യാഴം നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതായിട്ടുള്ള കുർബാനയുടെ തിരുനാളിൻ്റെ ദിവസം. ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച, ഏപ്രിൽ 4-ാം തീയതി ദുഃഖ ശനിയാഴ്ച, ഏപ്രിൽ 5-ാം തീയതി കെംത ഞായർ ഉയർപ്പ് തിരുനാൾ ദിവസം. ഒരു ആഴ്ച കൂടി കഴിയുമ്പോൾ ഏപ്രിൽ 12-ാം തീയതി പൊതു ഞായറാഴ്ച നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന ദിനമാണ്. മെയ് 14-ാം തീയതി നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ അഥവാ സുലോക്കോ തിരുനാൾ. പിന്നീട് വരുന്ന 10 ദിവസങ്ങൾ, അതായത് പെന്തിക്കോസ്ത് തിരുനാൾ വരെ കാത്തിരിപ്പിൻ്റെ കാലമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധയമ്മയും ശ്ലീഹന്മാരും അടച്ചിട്ട സിഹിയോൻ മാളികയിൽ പ്രാർത്ഥനയിലായിരുന്നു. ആ വലിയ രക്ഷാകര സംഭവം സഭ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. അതിനിടയിൽ മെയ് 15-ാം തീയതി കതിരുകളെ പ്രതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മയുടെ ദിവസമാണ്.
മെയ് 23 പെന്തിക്കോസ്തി തിരുനാളാണ്. അന്ന് പ്രത്യേക ശുശ്രൂഷ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ഞായറാഴ്ച കുർബാനയോടനുബന്ധിച്ച് തന്നെ നടത്തുന്നുണ്ട്. മെയ് 27 ബുധനാഴ്ച മാർ യാക്കോബ് ശ്ലീഹ, നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് ശ്ലീഹ ആദ്യമായി വിശുദ്ധ കുർബാന സഹിയോൻ മാളികയിൽ അർപ്പിച്ച ദിവസം. നോയമ്പ് കാലത്ത് പരിശുദ്ധ സഭ ചില പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. 50 ദിവസങ്ങളിലും മാംസം വർജിച്ചിരിക്കണം. നോയമ്പ് ആരംഭിക്കുന്ന ശുഭക്കോന തിങ്കളാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചകളിലും 40-ാം വെള്ളിയാഴ്ച മുതൽ പീഡാനുഭവ ആഴ്ചയിലും മാംസത്തിന് പുറമെ മുട്ട, മത്സ്യം എന്നിവ കൂടി വർജിച്ചിരിക്കണം. ഉപവസിക്കേണ്ടതായ ദിവസങ്ങൾ പ്രായപൂർത്തിയായവര്, 21-നും 60-നും വയസ്സിനിടയിലുള്ളവരും എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചവരെ ഉപവസിച്ചിരിക്കണം. എന്നാൽ രോഗികളും ഗർഭിണികളും കഠിനവേല ചെയ്യുന്നവരും 60 വയസ്സിന് മുകളിലുള്ളവരും നിർബന്ധമായും ഉപവസിക്കുവാൻ കടപ്പെട്ടവരല്ല. ദുഃഖവെള്ളിയാഴ്ച പാലും പാലിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങളും ഉപേക്ഷിച്ചിരിക്കണം.